മുഅ്മിനീങ്ങളെ, വഅസ്സിറൂ ഖൗലക്കും അവിജ്ഹറൂ ബിഹി ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ. നിങ്ങൾ രഹസ്യമാക്കി പറഞ്ഞെങ്കിലും ഗുട്ടായിട്ടൊരു പളക്ക ചൊന്നെങ്കിലും അവിജ്ഹറൂ ബിഹി, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന ആ സംസാരത്തെ രഹസ്യമാക്കിയെങ്കിലും ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ, അല്ലാഹു നിങ്ങളെ കൽബിന്റെ അകത്തുള്ള ഹൃദയത്തിലുള്ള എല്ലാ വിഷയങ്ങളും അള്ളാഹു അറിയുന്നവനാണ്. എന്തിനാണ് ഈ ആയത്ത് അല്ലാഹു ഇവിടെ കൊണ്ടുവന്നത്? ഇത് മക്ക ഖുറൈശികൾക്കാണ് ഇറങ്ങിയതെങ്കിലും അത് നമുക്കെല്ലാം അതെന്താണ് വാർണിംഗ് ആണ്. മക്ക ഖുറൈശികള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ടോ സ്വഹാബാക്കളെ കുറിച്ചിട്ടോ എന്തെങ്കിലും പുതിയതായ തീരുമാനം എടുത്താൽ പടച്ച റബ്ബ് അപ്പോൾ തന്നെ അള്ളാഹുവിനേക്ക് അറിയിച്ചു കൊടുക്കും. ഏതൊരു വിഷയമാണെങ്കിലും. ഞാൻ ഇന്ന് ഹാത്തി ബദരീങ്ങളിൽപ്പെട്ട ഒരു സ്വഹാബിന്റെ ചരിത്രം പറഞ്ഞു. ആ സ്വഹാബി മക്ക ഖുറൈശികൾക്ക് ഒരു കത്തെഴുതിയ വിഷയം പടച്ച റബ്ബ് അത് അള്ളാഹുത്തിൽ അറിയിച്ചു കൊടുത്തു. ഒരു വിഷയം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ കൊല്ലാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ വീട് വളയാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അള്ളാഹുത്തിൽ അറിയിച്ചു കൊടുത്തു. അങ്ങനെ ഓർ എന്ത് തീരുമാനിച്ചെങ്കിലും അള്ളാഹു വഹീ മുഖേന അറിയിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവർ പരസ്പരം പറയാൻ തുടങ്ങി, ജോറ് പളക്ക പറയണ്ട, ജോറ് വിഷയാക്കണ്ട, ജോറ് പളക്ക പറഞ്ഞെങ്കിൽ എന്താകും? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റബ്ബ് കേൾക്കുന്നത്, കേട്ടെങ്കിൽ ഈ മുഹമ്മദിന്റെ റബ്ബ് തെരിപ്പാറ്റി കൊടുക്കൂ. അതുകൊണ്ട് ജോറ് പളക്ക പറയണ്ടാണ്ട് അങ്ങ് പരസ്പരം അങ്ങങ്ങനെ പളക്ക ചെന്നുകൊണ്ടിരിക്കണമല്ല, ജോറ് ചൊല്ലണ്ട, മുഹമ്മദ് നബിന്റെ റബ്ബ് കേക്കിട്, കേട്ടെങ്കിൽ എന്താക്കിട് ഹബീബായ മുത്തുനബിക്ക് ആ റബ്ബ് തെരിപ്പാട്ടി കൊടുക്കൂ. അപ്പൊ അല്ലാഹുത്തആല പരിശുദ്ധമായ ഖുർആൻ ഇറക്കി, വഅസിറൂ ഖൗലക്കും അവിജ്ഹറൂ ബിഹി ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ. നീ എന്ത് രഹസ്യമാക്കി വെച്ചെങ്കിലും എന്ത് നിങ്ങൾ പരസ്യമാക്കിയെങ്കിലും അത് എല്ലാം പടച്ച റബ്ബ് കേൾക്കുന്നുണ്ട്. അപ്പോ അന്ന് ഖുറൈശികളോട് ഈ വിഷയം ചെന്നെങ്കിലും ഇത് ലോകത്തുള്ള എല്ലാ ജനങ്ങളോടുമുള്ള ഒരു പളക്കായിട്ടിരിക്കുന്നത്. നിങ്ങൾ പറയുന്ന എല്ലാ പളക്കവും അന്ന ഖൗലക്കും വഅമലക്കും അലാ അയ്യി സബീലിൻ, ഏത് ചെറുലാവട്ടെ നിങ്ങൾ ആക്കൊരു പ്രവർത്തനം, നിങ്ങൾ ആക്കൊരു പളക്ക, അത് ആരും കാണാട്ട് ഏത് റൂമിന്റെ ഉള്ളിൽ വെച്ച് നിങ്ങൾ ആക്കിയെങ്കിലും പടച്ച റബ്ബ് എല്ലാം കാണുന്നുണ്ട്, പടച്ച റബ്ബ് അതെല്ലാം അറിയുന്നുണ്ട്. നീ ഏത് രഹസ്യമാക്കിയത് എന്ത് തെറ്റ് ചെയ്താലും ഏത് വേണ്ടാത്തത് ചെയ്താലും പടച്ച റബ്ബിനിക്ക് അത് എല്ലാം അറിയാം. നീ രഹസ്യമാക്കി പറഞ്ഞെങ്കിലും പരസ്യമാക്കിയെങ്കിലും എങ്ങനെ ആക്കിയെങ്കിലും ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ, പടച്ച റബ്ബ് അത് എല്ലാം അറിയുന്നവനാണ്. ഈ രഹസ്യവും പരസ്യവും അള്ളാഹു അറിയുന്നവനാണെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല പറഞ്ഞു, അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. എന്ത് മനസ്സിലാക്കിനെ? പടച്ച റബ്ബിനിക്ക് ആ പടച്ചു വെച്ച വിഷയത്തിനെ കുറിച്ചിട്ട് അറിയലാന്ന് നിങ്ങൾ വിചാരിച്ചത്? രഹസ്യത്തിനെയും പരസ്യം പടച്ചോൻ ആരായിട്ടിക്കിട്? സൃഷ്ടിച്ചവൻ ആരായിട്ടിക്കിട്? അള്ളാഹു ആയിട്ടിക്കിട്. ആ രഹസ്യവും പരസ്യവും പടച്ച വിഷയം അള്ളാഹ് ഗൊന്താവലാ നിങ്ങൾ വിചാരിച്ചോ? അല്ല, വഹുവൽ ലതീഫുൽ ഖബീർ, അത് എല്ലാം അള്ളാഹു കാണുന്നവനും കേൾക്കുന്നവനും ആ വിഷയത്തെ സൂക്ഷ്മത പാലിക്കുന്നവനാണ് അള്ളാഹു. നിങ്ങൾ വിചാരിച്ച പോലെ എന്തും അല്ല. എന്ത് വിചാരിച്ചത്? രഹസ്യത്തിനെയും പടച്ചവൻ അള്ളാഹുവാണ്, പരസ്യത്തെയും സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. ആ റബ്ബിനിക്ക് അറിയലാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല, എല്ലാം അള്ളാഹു അറിയുന്നവനാണ്. ജന്നവിശ്വാസമുള്ള കൊണ്ട് ചിലവ് പോയി തീരലാണ്ട് കാണും. ഇനി അള്ളാഹു തആല പറയുന്നത്, വല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ.
أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير. 18 ആയത്ത് ഉടകായത്ത്. എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? ആകാശത്തിനെ പടച്ചു, മൗത്ത് ഹയാത്തും മരണത്തിനെയും പടച്ചു നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് നല്ല ഇബാദത്ത് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ആകാശ ലോകത്തിനെ പടച്ച അല്ലാഹു, അതേപോലെ നരകവും സ്വർഗവും പടച്ച അല്ലാഹു, ശൈത്താന്മാർക്ക് ദുനിയാവിൽ കൊടുക്കുന്ന ശിക്ഷയെ കുറിച്ചിട്ടും അതേപോലെ ആഖിറത്തിൽ അവർക്ക് വേറെയും ശിക്ഷ ഉണ്ട്, അത് എല്ലാം പടച്ച അല്ലാഹു. നിങ്ങൾ ചെയ്യുന്ന രഹസ്യങ്ങളും പരസ്യങ്ങളും അല്ലാഹു അറിയുന്നവനാണ്. ഇത് എല്ലാം പറഞ്ഞുകൊണ്ട് പറയുന്നു, ആരാണ് അല്ലാഹു? നിങ്ങെന്തേ മനസ്സിലാക്കി? നിങ്ങക്കെന്തേ വിശ്വസിക്കാനായിട്ടില്ലേ? ആ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ടില്ലേ? ആ റബ്ബ് പറഞ്ഞതുപോലെ അനുസരിക്കാനായിട്ടില്ലേ? ആ റബ്ബ് ആരാണെന്നറിയുമോ? ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ. ഹുവല്ലദീ, ആ അല്ലാഹു ഒരുവനാണ്, ആ അല്ലാഹു ഒരുത്തനാണ്. അല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ, ഈ കാണുന്ന ഭൂമിയെ, ഈ കാണുന്ന ഭൂമിയെ നിങ്ങളെ ഉപകാരത്തിന് വേണ്ടി, നിങ്ങളെ ആവശ്യത്തിന് വേണ്ടി ദലൂല ഒതുക്കി തന്നു. ഈ വിശാലമായിരിക്കുന്ന ഭൂമിയിൽ നിങ്ങൾക്കെല്ലാം അല്ലാഹു തആല ഒതുക്കി തന്നു. നിങ്ങൾക്കൊരു പ്രയാസം ഈ ഭൂമിയിൽ അല്ലാഹു നൽകിയിട്ടില്ല. നോക്കൂ, ഈ ഭൂമി ഒരു പന്ത് പോലെ, ഒരു ബോൾ പോലെയാണ്. ഇത് കരങ്ങുകയാണ്. ഒരു മണിക്കൂറിൽ 1,00,000 സ്പീഡിലാണ് ഇത് കരങ്ങുന്നത്, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലാണ് കരങ്ങുന്നത്. എങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രയാസം കാണുന്നില്ല. നിങ്ങൾക്ക് ഇരിക്കാനും കടക്കാനും, നിങ്ങൾക്ക് പണിയെടുക്കാനും കച്ചവടം ചെയ്യാനും, നിങ്ങൾക്ക് യാത്ര ചെയ്യാനും എല്ലാം അല്ലാഹു തആല സൗകര്യപ്പെടുത്തി തന്നു. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ, ഈ കാണുന്ന ഭൂമിയെ അല്ലാഹു തആല ഒതുക്കി തന്നു, നിങ്ങൾക്ക് വേണ്ടുന്ന നിലയ്ക്ക് സൗകര്യപ്പെടുത്തി തന്നു. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഫംശൂ ഫീ മനാകിബിഹാ, ഈ ഭൂമിന്റെ പള്ളയിൽ നിങ്ങൾ സഞ്ചരിച്ചോളീം. ഈ വിശാലമായ ഭൂമിന്റെ മേലെ നിങ്ങൾ സഞ്ചരിച്ചോളീം, നടന്നോളീം. നിങ്ങൾക്ക് ഈ ഭൂമി അല്ലാഹു വലിയ കഷ്ടമായിട്ട് പടച്ചിട്ടില്ല. ഒരു ഗുഡ പോലെ, പർവ്വതം പോലെ, കല്ലും മുള്ളായിട്ട് പടച്ചിട്ടില്ല. മണ്ണായിട്ടാണ് അധിക സ്ഥലവും പടച്ചു വെച്ചത്. നിങ്ങൾക്ക് ഓടാനും തുള്ളാനും നടക്കാനും സഞ്ചരിക്കാൻ കഴിയുന്ന നിലയ്ക്ക് ഈ ഭൂമിനെ പടച്ചു. ഈ ഭൂമിയിൽ സഞ്ചരിച്ചുകൊണ്ട്, ഈ ഭൂമിയിൽ അധ്വാനിച്ചുകൊണ്ട് അള്ളാഹുവിനെ അമത്താകുന്ന റിസ്ക് അത് നിങ്ങൾ കഴിച്ചോളിയും തിന്നോളിയും. ഇൻഷാ അല്ലാഹ് വിശദീകരണം പറയുമ്പോൾ മനസ്സിലാകും. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഭൂമിയെ ഞാൻ ഒതുക്കി തന്നു. ഈ ഭൂമിയിലുള്ള നിഅമത്തുകളെ നിങ്ങൾക്ക് തിന്നാൻ വേണ്ടിയുള്ള ഭക്ഷണമായിട്ട് തന്നു. ഇതെല്ലാം തിന്നുകൊണ്ട് നിങ്ങൾ സുഖിക്കുമ്പോൾ വഇലൈഹിൻ നുശൂർ, നിങ്ങൾ മനസ്സിലാക്കണം, മടക്കം അല്ലാഹുവിലേക്കാണ്. ഒരു ദിവസം അല്ലാഹുവിലേക്ക് നിങ്ങളെ മടക്കുന്നതാണ്. അതുകൊണ്ട് ഇഷ്ടം പോലെ ജീവിക്കാൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ തീരുമാനം പോലെ, അള്ളാഹുവിന്റെ കൽപ്പന പോലെ ഇവിടെ ജീവിക്കണം. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം. അള്ളാഹു പറഞ്ഞതുപോലെ അനുസരിച്ച് ജീവിക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ധിക്കരിച്ച് നടക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെ മറന്നു നടക്കുകയാണെങ്കിൽ വഇലൈഹിൻ നുശൂർ, മടക്കം അള്ളാഹുവിലേക്കാണ്. വീണ്ടും അള്ളാഹുവിലേക്ക് നിങ്ങളെ മടക്കപ്പെടും. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഭൂമിയെ ഒതുക്കി തന്നു, ഭൂമിയിൽ സഞ്ചരിക്കാനുള്ള വ്യവസ്ഥയാക്കി തന്നു, അതിലുള്ള ഭക്ഷണം തിന്നാൻ വേണ്ടി റബ്ബ് തആല പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അത് ചോദിക്കുന്നത്, എന്നിട്ടും അള്ളാഹു നിങ്ങൾ മറന്ന് ജീവിക്കുകയാണോ? എന്നിട്ടും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാതെ, അള്ളാഹു വിശ്വസിക്കാതെ, അള്ളാഹു ധിക്കരിച്ച് നടക്കുകയാണോ? എങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അഅമിൻതും മൻ ഫിസ് സമായി അൻ യഖ്സിഫ ബികുമുൽ അർള ഫഇദാ ഹിയ തമൂർ. അഅമിൻതും മൻ ഫിസ് സമായി
ആകാശത്തിന്റെ ആധിപത്യമുള്ളവനെ അഥവാ ആകാശത്തെ നിയന്ത്രിച്ച് പടച്ച് അത് നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിച്ചത്? നിങ്ങൾ നിർഭയരാണോ? അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് ഭയമില്ലേ? അമീൻതും, നിങ്ങൾ പേടിയില്ലാത്തവരാണോ? മംഫിസ് സമായി, ആകാശ ലോകത്തെ പടച്ച അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് ഭയമില്ലേ? നിങ്ങൾ നിർഭയമുള്ളവരാണോ? പേടിയില്ലാത്തവരാണോ? എന്ത്? നിങ്ങളെ കൊണ്ട് ഈ ഭൂമിയിൽ ഭൂകമ്പം കൊണ്ടുവന്നിട്ട് താഴ്ത്തി കളയൂല എന്ന് നിങ്ങൾ നിർഭയമുള്ളവരാണോ? നിങ്ങൾ ഈ നിലക്ക് ധിക്കരിച്ചാൽ അള്ളാഹു ഈ ഭൂമിയെ ഭൂകമ്പം ഉണ്ടാക്കി അല്ലെങ്കിൽ ഭൂചലനം ഉണ്ടാക്കി അള്ളാഹു താഴ്ത്തി കളയൂല എന്നുള്ള ആ ഒരു പേടിയില്ലാതെ ജീവിക്കുകയാണോ? ഇതിനെക്കാട്ടി മുമ്പ് ഖാറൂന്റെ ചരിത്രം നിങ്ങൾക്കറിയില്ലേ? അതേപോലെ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ആ സമുദായത്തിന്റെ ചരിത്രം നിങ്ങൾക്കറിയില്ലേ? അതാണ് അത് ചോദിക്കുന്നത്. അഅമിൻതും, നിങ്ങൾ നിർഭയരാണോ? നിങ്ങൾ പേടിയില്ലാത്തവരാണോ? ആരെക്കുറിച്ച്? മംഫിസ് സമായി, അവിടെ ആകാശം എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ സൃഷ്ടി ആകാശമല്ലേ? ഭൂമി അവിടെ പറഞ്ഞില്ല. ആകാശം നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ആ ആകാശത്തിനെ പടച്ച് നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് ഭയമില്ലേ? അവൻ നിങ്ങളെ ഈ ഭൂമിയിലേക്ക് താഴ്ത്തി കളയൂല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? തമൂർ, ആ ഭൂമി ആടുന്ന നിലക്ക്, ഭൂകമ്പമായ നിലക്ക് നിങ്ങൾ താഴ്ത്തൂല എന്ന് നിങ്ങൾ നിർഭയമുള്ളവരാണോ? പിന്നെയും റബ്ബ് ചോദിക്കുന്നു, അം അമിൻതും മൻ ഫിസ് സമായി അൻ യുർസില അലൈക്കും ഹസിബാ, ആകാശത്തെ നിയന്ത്രിച്ച് പടച്ച റബ്ബിനെ കുറിച്ച് നിങ്ങൾ എന്ത് വിചാരം? നിങ്ങൾക്ക് ഭയമില്ലേ? പേടിയില്ലേ? അൻ യുർസില അലൈക്കും ഹസിബാ, അവൻ ചൂടാക്കപ്പെട്ട കല്ലിയെ ഇറക്കിയിട്ട് നിങ്ങളെ ശിക്ഷിക്കൂല എന്ന് നിങ്ങൾ ശിക്ഷിക്കൂല എന്ന് വിചാരിക്കുന്നോ? നിങ്ങൾക്ക് പേടിയില്ലേ? കണ്ടില്ലേ അബ്രഹത്ത് രാജാവിനെ അബാബീൽ എന്ന പക്ഷിയുടെ വായിൽ ചൂടാക്കപ്പെട്ട കല്ലെറിഞ്ഞിട്ട്. അതേപോലെ പല നബിമാരുടെയും ഉമ്മത്തികളെ അള്ളാഹുത്തല ചൂടാക്കപ്പെട്ട കല്ല് ഇറക്കിക്കൊണ്ടവരെ കൊന്നുകളഞ്ഞില്ലേ? ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായത്തെ ഇൻഷാ അല്ലാഹ് ഇവിടെ എത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അള്ളാഹു ചൂടാക്കപ്പെട്ട കല്ലുകൊണ്ട് നിങ്ങളെ ശിക്ഷിച്ചാൽ എന്റെ താക്കീത് എങ്ങനെയാ നിങ്ങൾക്കറിയാൻ കഴിയും. ആ ചൂടാക്കപ്പെട്ട കല്ല് ഇവിടെ ഇറക്കിയാൽ, അദാബ് ഇറക്കിയാൽ അപ്പോൾ മനസ്സിലാകും എന്റെ താക്കീത് എങ്ങനെയാണ് എന്ന്. എന്നിട്ട് അല്ലാഹു തആല പിന്നെയും പറയുന്നു, വലഖദ് കസ്സബല്ലദീന മിൻ ഖബ്ലിഹിം, ഇവരെ കാട്ടും മുമ്പുള്ള സമുദായം ആ നബിമാരെ കൊണ്ടവർ കളവാക്കി, ആ നബിമാരെ കൊണ്ടവർ വിശ്വസിച്ചില്ല, ആ നബിമാരെ ധിക്കരിച്ച് നടന്നപ്പോൾ അവർക്ക് എന്റെ ശിക്ഷ എങ്ങനെയാണ് വന്നത് എന്ന് അവർക്കറിയില്ലേ? സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ആ ഒട്ടകത്തെ അറുത്തപ്പോൾ അള്ളാഹ് കൊടുത്ത ശിക്ഷ അവർക്കറിയില്ലേ? അതേപോലെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് ധിക്കാരികളായ ഉമ്മത്തികൾക്ക് അള്ളാഹ് കൊടുത്ത ശിക്ഷ അവർക്കറിയില്ലേ? എന്റെ താക്കീത് വന്നാൽ, എന്റെ ശിക്ഷ വന്നാൽ നിങ്ങൾക്കറിയാൻ കഴിയും. അതാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഇൻഷാ അള്ളാഹ് അതിനെക്കുറിച്ച് ചെറിയ നിലക്കുള്ള വിശദീകരണം നാളെയും മറ്റന്നായി നമുക്ക് പഠിക്കാം. ബാക്കി പിന്നെ ഇൻഷാ അള്ളാഹ് 18 ഇൻഷാ റമദാൻ തീരുമ്പോൾ നമുക്ക് എന്താക്കാം, തീർക്കാം. റഹ്മാനുർ-റഹീമായ അല്ലാഹു നമ്മളെ ഒക്കെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. അർഹമുർ-റഹീമായ അല്ലാഹ്, ഞങ്ങളെ ഈ ഖുർആൻ ക്ലാസ് നീ കബൂലാക്കണം റഹ്മാനെ. നിന്റെ ആഖിറത്തിൽ എത്തുമ്പോൾ സ്വാലിഹായ ഇബാദത്തുകളെ കൂട്ടി നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. ഈ ഖുർആൻ ശരീഫിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കറുത്തുപോയ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണം അല്ലാഹ്. ഈമാനും തഖ്വയും ഞങ്ങളെ ഹൃദയത്തിലേക്ക് ഇട്ടുതരണം അല്ലാഹ്. ഖുർആൻ ശരീഫിന്റെ ബറക്കത്ത് കൊണ്ട്, റമളാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഹബീബായ മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട്, നിന്റെ മഹ്ള് ഫള് കറമ് ജൂദ് കൊണ്ട്
അല്ലാ, ഞങ്ങൾക്ക് നീ അഫൂ ചെയ്യണേ അല്ലാ, ഞങ്ങൾക്ക് നീ പുറത്തു തരണം അല്ലാ. ഇത് അവസാനത്തെ റമളാനാക്കല്ല റഹ്മാനെ. ജീവിതത്തിൽ ഒരുപാട് റമളാൻ മാസത്തെ സ്വാഗതം ചെയ്യാൻ, റമളാനെ നോമ്പ് നോക്കാൻ, തറാവി നിസ്കാരം നിർവഹിക്കാൻ പാവപ്പെട്ട ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാ. ഞങ്ങളെ ബിസിനസ്സിൽ, ഞങ്ങളെ ബാണ്യത്തിൽ വലിയ ബറക്കത്ത് ചെയ്യണം അല്ലാ. നിഅമത്തുകൾ ധാരാളം ഞങ്ങൾക്ക് നീ തരണം അല്ലാ. ഞങ്ങളെ ഹലാലായ ഉദ്ദേശം പൂർത്തീകരിക്കണം അല്ലാ. ഒരുപാട് രോഗികളുണ്ട് റഹ്മാനെ, അവരുടെ രോഗം നീ ശിഫയാക്കണം അല്ലാ. ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണം അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.